ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് BSc അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. ഇത് കേരളയിലേക്കാണ്. ഇതൊരു സ്ഥിര നിയമനമല്ല, കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. 3 ക്രോപ്പുകളുടെ ഡെവലപ്മെന്റ് ലക്ഷ്യമാക്കിയുള്ള പോസ്റ്റിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ തസ്തികകൾ ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഇത് 18-ാം തീയതി വന്ന നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നേ ഉള്ളൂ. ഇതൊരു കോൺട്രാക്ട് ബേസിൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് അപേക്ഷിക്കാനായിട്ട് ദിവസങ്ങൾ കിട്ടൂ എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ആദ്യമായിട്ട് തസ്തികയുടെ പേര് ഫീൽഡ് ഓഫീസർ ഫോർ കോഫി ആണ്. ഇത് 4 വേക്കൻസികളാണ് ഉള്ളത്. വയനാട് ജില്ലയിലേക്കാണ് നിയമനം വരുന്നത്. ഇത് 11 മാസത്തേക്കാണ് നിയമനം. ഇതിന് അപേക്ഷിക്കുവാൻ വേണ്ട യോഗ്യത BSc അഗ്രികൾച്ചർ ആണ്. BSc അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ മാത്രം MSc ബോട്ടണി ഉള്ള ഉദ്യോഗാർത്ഥികളെ കൺസിഡർ ചെയ്യുമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതായത് BSc അഗ്രികൾച്ചർ വിദ്യാർത്ഥികൾക്കും ബോട്ടണി ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാം എന്നുള്ള ഒരു ഓപ്പണിംഗ് ഇവിടെ വരുന്നുണ്ട്. അതായത് BSc പറ്റില്ല, MSc ബോട്ടണി ഉണ്ടാവണം. MSc ബോട്ടണി ഉള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാമെന്നാണ് യോഗ്യത പറയുന്നത്. ജോലിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കോഫിയുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആണ്. വയനാട് ജില്ലയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. വയനാട് ജില്ല മാത്രമേ നിലവിൽ അവൈലബിലിറ്റി ഉള്ളൂ. 4 പോസ്റ്റുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അടുത്തതായിട്ട് ഫീൽഡ് ഓഫീസർ ഫോർ റബ്ബർ ആണ്. ഇത് 31 വേക്കൻസികളുണ്ട്. കണ്ണൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും എറണാകുളം ജില്ലയിലും കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലും ഇതിന് പോസ്റ്റിംഗ് ഉണ്ടാവും. മൊത്തം 6 മാസത്തേക്കാണ് ഇവിടെ നിയമനം വരുന്നത്. ഇവിടെയും അടിസ്ഥാന യോഗ്യത BSc അഗ്രികൾച്ചർ ആണ്. BSc അഗ്രികൾച്ചർ യോഗ്യത ഇല്ലാത്തവരുടെ അഭാവത്തിൽ മാത്രം PGDRP അല്ലെങ്കിൽ MSc ബോട്ടണി ഉള്ള കാൻഡിഡേറ്റിനെ കൺസിഡർ ചെയ്യുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനിയും അടുത്തത് ഫീൽഡ് ഓഫീസർ ഫോർ കാടമമാണ്. ഇത് 11 വേക്കൻസികളാണുള്ളത്. ഇടുക്കി ജില്ലയിൽ മാത്രമാണ് നിയമനമുള്ളത്. ഇതിനു വേണ്ടിയും 6 മാസത്തെ കരാറാണ് വരുന്നത്. ഇവിടെ BSc അഗ്രികൾച്ചർ ആണ് ഇവിടെ അടിസ്ഥാന യോഗ്യത. അവരുടെ അഭാവത്തിൽ മാത്രം ബോട്ടണി ഉദ്യോഗാർത്ഥികളെ കൺസിഡർ ചെയ്യും എന്ന് പറയുന്നു. ഇനിയും എങ്ങനെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്ന് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് കൺസോളിഡേറ്റഡ് പേ ആയിട്ടൊരു 50,000 രൂപയാണ് കിട്ടുന്നത്. വർഷത്തിൽ 12 ലീവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കലി തന്നെ. ഇതിന് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി എന്ന് പറഞ്ഞാൽ 28 വയസ്സാണ്. ഇത് കൺസിഡർ ചെയ്യുന്നത് 1/1/2025 അടിസ്ഥാനത്തിലായിരിക്കും. മാത്രവുമല്ല, ഈ ഒരു പ്രായപരിധി നിർണ്ണയിക്കാൻ വേണ്ടി ഇവിടെ അടിസ്ഥാനമാക്കുന്നത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനിയും നിങ്ങളെ ജോലിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 200 രൂപ പത്രത്തിലൊരു ബോണ്ട് കേരയുമായി നിങ്ങൾ വെക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഉള്ളൊരു ക്രൈറ്റീരിയയാണ്. ഇനി എങ്ങനെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഒരു 2 രീതിയിലാണ്. അതായത് ഫിസിക്കലായിട്ട് തന്നെ നിങ്ങൾ ഇതിൽ അനക്സർ 1-ൽ കൊടുത്തിരിക്കുന്ന ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത ശേഷം ഇവയെ മുഴുവൻ സ്കാൻ ചെയ്ത് ഒരു ഡോക്യുമെന്റ് ആക്കി നിങ്ങൾ അയക്കണം. അതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് പറയാം. അതായത് ആദ്യമായിട്ട് നിങ്ങൾ അനക്സർ 1-ലേക്ക് പോകുമ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു ഫോം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു ഫോം ഇതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത ശേഷം നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുക. മുഴുവൻ ഡീറ്റെയിൽസ് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. മുഴുവൻ ഫില്ല് ചെയ്യുക. ഇവിടെ ഫോട്ടോ പതിക്കുക. ഈ ഫോട്ടോ ഒക്കെ പതിച്ച് എല്ലാം ഫുൾഫില്ല് ചെയ്ത ശേഷം ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ പറയുന്ന ബാക്കി സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്, നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയ്ക്കുള്ള ഒരു കളർ ഫോട്ടോസ്റ്റാറ്റ്, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ രേഖ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ്, അതിൽ ഒന്നുകിൽ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആകാം, അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത 6 മാസത്തിൽ താഴെയുള്ളവരാണെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ഇനി ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു PDF, അതായത് കളർ PDF എടുക്കുക. ഈ കളർ PDFനെ കമ്പൽ ചെയ്ത് സിംഗിൾ PDF ആയിട്ട് മാറ്റുക. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ മൊബൈലിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ചെയ്യുന്ന സിംഗിൾ കമ്പൾഡ് ഫോർമാറ്റിനെ ഒരു സിംഗിൾ PDF ഫയലായിട്ട് 15 MB നിർത്തുന്ന രീതിയിൽ കമ്പൈൽ ചെയ്തെടുക്കുക. ഈ കമ്പൈൽ ചെയ്തെടുത്ത ഡോക്യുമെന്റ് നിങ്ങൾ KFO posting 2025@gmail.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് അയക്കുക. ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. KFO POSTING 2025@gmail.com എന്നാണ് സ്പെല്ലിങ്ങുകൾ. നോട്ടിഫിക്കേഷൻ എടുത്താൽ അത് വൃത്തിയായിട്ട് മനസ്സിലാവും. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. KFO POSTING 2025@gmail.com എന്നാണ് ജിമെയിൽ. ഇത് അപേക്ഷിക്കേണ്ടുന്ന അവസാന
തീയതി എന്ന് പറയുന്നത് 29 മാർച്ച് 2025 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് നിങ്ങളിത് അയക്കേണ്ടതാണ്. ഇതിനുശേഷം ലഭിക്കുന്ന മെയിലുകളൊന്നും അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ നമ്മൾ ഓർക്കണം. നമുക്കറിയാം ഇതിന് നോട്ടിഫിക്കേഷൻ 18-ാം തീയതിയാണ് വന്നതെങ്കിലും ഇതിന് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്നത് 20 മാർച്ച് 10 മണി മുതലാണ്. 10 മണി മുതലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സ്വീകരിച്ചു തുടങ്ങുന്നത്. ഇനിയും ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29 മാർച്ചാണ്. ഇനിയും ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ടെസ്റ്റ് ഡേറ്റ്, അതായത് എക്സാമിനേഷൻ നടത്താൻ അവർ ഉദ്ദേശിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 12-ാം തീയതിയാണ്. ഇനിയും ഇൻ്റർവ്യൂ ഡേറ്റ് ആയിട്ട് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 25-ാം തീയതിയാണ്. ഇനിയും ഇതിൻ്റെ നിങ്ങൾ ജോലിക്ക് കയറേണ്ടുന്ന ഡേറ്റ് ആയിട്ട് അവർ പറയുന്നത് 12 മെയ് ആണ്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏത് എക്സാമിനേഷൻ്റെ അപ്ഡേറ്റും നിങ്ങളെ ഫോണിലൊന്നും വിളിച്ചറിയിക്കില്ല, മറിച്ച് മെയിലിലൂടെ മാത്രമേ ഇൻറ്റിമേഷൻ തരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ റെഗുലറായിട്ട് മെയിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ കൊടുക്കുന്ന മെയിലിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായി അവർ അയക്കുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിന് കെയർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല എന്നും അവർ നോട്ടിഫിക്കേഷനിലൂടെ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും ഇതിൻ്റെ എക്സാമിനേഷനിലേക്ക് എത്തുകയാണെങ്കിൽ എക്സാമിനേഷൻ 60 മിനിറ്റ് ആണ്. ഇനി നമ്പർ ഓഫ് ക്വസ്റ്റ്യനുകൾ എന്ന് പറഞ്ഞാൽ അതിൽ 90 ക്വസ്റ്റ്യനുകളായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അത് 10 മാർക്ക് അടങ്ങുന്ന ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആദ്യത്തെ ഫസ്റ്റ് എക്സാമിനേഷൻ്റെ കാൻഡിഡേറ്റിനെ മനസ്സിലാക്കിയ ശേഷം, അതായത് കാൻഡിഡേറ്റിന്റെ പെർഫോമൻസ് മനസ്സിലാക്കിയ ശേഷമായിരിക്കും ഇൻ്റർവ്യൂവിന് കാൻഡിഡേറ്റിനെ എടുക്കുന്നത്. ഈ രണ്ടിൻ്റെ കൂടെ ചേർത്തായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഇനിയും ഇതിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇൻ്റർവ്യൂവിലും ഒപ്പം തന്നെ എക്സാമിനേഷനിലും നിങ്ങൾ ID പ്രൂഫ് കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ്. ഈ നൽകിയിരിക്കുന്നതാണ് ഫോം. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുക്കുമ്പോൾ അതിനകത്ത് അനക്സർ 1-ൽ ഇത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് അനക്സർ 2-ലുള്ളതാണ്. ഇത് സിലബസ് ആണ്, ഡീറ്റെയിൽഡ് സിലബസ് ആണ്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പാർട്ട് 2-ൽ നിന്ന്, അനക്സർ 2-ൽ നിന്ന് നിങ്ങൾക്ക് സിലബസ് മൊത്തം കിട്ടും. ഔട്ട്ലൈൻ മാത്രം പറഞ്ഞു തരും. ആദ്യമായിട്ട് അഗ്രോണമി ഉണ്ടാവും. രണ്ടാമതായിട്ട് സോയിൽ സയൻസ്, അഗ്രികൾച്ചർ, കെമിസ്ട്രി ഉണ്ടാവും. മൂന്നാമതായിട്ട് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഉണ്ടാവും. നാലാമതായിട്ട് അഗ്രികൾച്ചർ എൻഡമോളജി ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് അഞ്ചാമതായിട്ട് പ്ലാന്റ് പത്തോളജി ഉണ്ടാവും. ആറാമതായിട്ട് ഹോർട്ടിക്കൾച്ചർ ഉണ്ടാവും. ഏഴാമതായിട്ട് ഫോക്കസ് ക്രോപ്സ്, കോഫി ആൻഡ് കാഡമം ആൻഡ് റബ്ബർ, ഈ 3 ക്രോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗം ഏഴാമതായിട്ടും ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ രീതിയിലായിരിക്കും ഇതിന്റെ ഔട്ടർ സിലബസ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്യാവശ്യം നല്ല ശമ്പളം കിട്ടുന്ന ഒരു തസ്തികയാണ്. 11 മാസവും 6 മാസവും മാത്രമാണ് കോൺട്രാക്ട് ഉള്ളത്. എന്നിരുന്നാലും 50,000 രൂപയോളം ശമ്പളം കിട്ടും എന്നതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്ത് തന്നെയാണെങ്കിലും നിർദ്ദിഷ്ട അഗ്രികൾച്ചർ യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിനുവേണ്ടി അപേക്ഷിക്കുക. നിങ്ങൾക്ക് എക്സാം എഴുതുന്ന ഒരു എക്സ്പീരിയൻസും ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസും കിട്ടും എന്നതുകൊണ്ട് തന്നെ ഒരു രീതിയിലും അപേക്ഷിക്കാതിരിക്കരുത്. അപ്പോൾ എല്ലാവരും ഇത് അപേക്ഷിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.